തമിഴ്നാട് മുൻ ബി.ജെ.പി അധ്യക്ഷൻ അണ്ണാമലൈ പാർട്ടിക്ക് പുറത്ത് രാജി ദേശീയ നേതൃത്വം സ്വീകരിച്ചു. ഇനിയുള്ള നീക്കം എന്ത് എന്ന കാര്യത്തിൽ അണ്ണാമലൈ ഉടൻ വ്യക്തത വരുത്തും. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, 2019 രാജി 2020 പാർട്ടിയിൽ ചേർന്നു. 2020 ഒരൊറ്റ വർഷം കൊണ്ട് സംസ്ഥാനത്തിന്റെ ബി.ജെ.പി അധ്യക്ഷനായി മാറുന്ന സാഹചര്യം. അണ്ണാമലയിലൂടെ ബി.ജെ.പി സ്വപ്നം കണ്ടത് തമിഴ്നാട്ടിലൊരു വലിയ വിപ്ലവമായിരുന്നു. അതിനുശേഷം അണ്ണാമലയ്ക്കും ബി.ജെ.പിക്കും ഇടയിൽ ഇത്തരത്തിലുള്ള ആശയ പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്നു. ചില തിരഞ്ഞെടുപ്പുകളിൽ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേതൃത്വത്തിന് അത്രമേൽ സംതൃപ്തി ഉണ്ടാകുന്നില്ല അണ്ണാമലയുടെ പ്രവർത്തനങ്ങളിൽ. ഇതിപ്പോൾ അനിവാര്യമായ ഒരു പുറത്തുപോക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാധു, ആ പുറത്തുപോക്കലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അണ്ണാമല കഴിഞ്ഞ ജൂൺ 2-ാം തീയതി ദില്ലിയിൽ എത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും അതോടൊപ്പം തന്നെ ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി കൂടിക്കാഴ്ച നടത്തുകയും അന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് രാജിക്കത്ത് കൈമാറുകയും ചെയ്തിരുന്നു. 5ഓളം പേജ് ഉൾക്കൊള്ളുന്ന ഒരു രാജിക്കത്താണ് അന്ന് കൈമാറുകയും ചെയ്തത്. അതിൽ കൃത്യമായി തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അടക്കം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അണ്ണാമലയോട് അന്ന് തൽക്കാലം ദില്ലിയിൽ തുടരാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. രാജി സ്വീകരിക്കുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനം അറിയിക്കാം എന്നും പാർട്ടി പറഞ്ഞിരുന്നു. അണ്ണാമല ചില നിർദ്ദേശങ്ങളും ഒപ്പം ചില ഡിമാൻഡുകളും വെച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരണം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ സ്ഥാനത്ത് നിലനിർത്തണം, ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ കഴിയും എന്നായിരുന്നു അണ്ണാമലയുടെ ഒരു നിലപാട്. പക്ഷേ പുതിയ ബി.ജെ.പി അധ്യക്ഷ വെച്ച പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു മാറ്റം ഇനി നടക്കില്ല എന്ന നിലപാട് നേതൃത്വം എടുക്കുകയും അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ നിതിൻ നബീൻ എന്താണെങ്കിലും അദ്ദേഹത്തിന് രാജി സ്വീകരിച്ചുകൊണ്ടുള്ള പത്രക്കുറിപ്പ് പുറത്തേക്ക് ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. അണ്ണാമലയെ സംബന്ധിച്ച് നേരത്തെ മാധു പറഞ്ഞതുപോലെ തന്നെ IPS ഉദ്യോഗം രാജിവെച്ചാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. വലിയ പ്രതീക്ഷയോടെയാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനാകുന്നത്, തമിഴ്നാടിന്റെ അധ്യക്ഷനാകുന്നത്. വലിയ തരത്തിൽ നിരന്തരം അദ്ദേഹം പത്രങ്ങളിലും അതുപോലെ വാർത്താ മാധ്യമങ്ങളും നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം നിരവധി സമരങ്ങൾ നയിച്ചതാണ്. ആ ഘട്ടത്തിലൊക്കെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു മുന്നേറ്റം ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും ഉണ്ടായി. പക്ഷേ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പാർട്ടിയുമായി അണ്ണാമല അകലുന്ന കാഴ്ചയാണ് അന്ന് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് അണ്ണാ-DMKയുമായി ബി.ജെ.പി സഖ്യം ഉണ്ടാക്കുന്നതിന് വലിയ എതിർപ്പ് അണ്ണാമല ഉയർത്തിയതാണ് വലിയ പ്രതിസന്ധി കാരണമായത്. പിന്നീട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ പാർട്ടിയുമായുള്ള അകൽച്ച വ്യക്തമാക്കിയതാണ്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാർട്ടി വിടാനുള്ള തീരുമാനം കൂടി എന്താണെങ്കിലും അണ്ണാമല എടുത്തത്. നിലവിൽ അണ്ണാമല പുതിയൊരു പാർട്ടി രൂപീകരിക്കും എന്ന വിവരം പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ 12 മണിക്ക് സമൂഹ മാധ്യമങ്ങളുടെ അണ്ണാമലയെ പ്രവർത്തകരെയും ഒപ്പം തമിഴ്നാട്ടിലെ ജനങ്ങളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാവി എന്താണ്, രാഷ്ട്രീയ ഭാവി എന്താണ് നടക്കുമ്പോൾ കാര്യം അദ്ദേഹം വ്യക്തമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ പാർട്ടി പ്രഖ്യാപനമടക്കമായി അണ്ണാമല മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ബി.ജെ.പിയിൽ നിന്ന് കെ അണ്ണാമല പുറത്ത്. നോബൽ മാരിക്കാരൻ വിവരങ്ങൾ നൽകിയത്.